ബിഗ് ബോസിന്റെ ഈ സീസണിന്റെ സ്ലോഗൻ തന്നെ മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ മാറ്റിപ്പിടിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴും ഇത്രയധികം ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലാത്തൊരു വീക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വീക്ക്. ബിക്കോസ് ഇത് ഫാമിലി വീക്കായി മാറിയിരുന്നു. ഫാമിലി വീക്ക് എന്ന് പറയുമ്പോഴും ആ വീട്ടിൽ 13 മത്സരാർത്ഥികൾ ഉള്ളതുകൊണ്ട്, ആളെണ്ണം ഇത്രയ്ക്കുള്ളതുകൊണ്ട് അവരുടെ ഫാമിലിനെയൊക്കെ കൊണ്ടുവന്ന് കൺജസ്റ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടാണെങ്കിൽ പോലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബിഗ് ബോസ് ക്രൂവിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറിക്കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10ാമത്തെ വീക്കൊക്കെ നോർമലി ബിഗ് ബോസ് വരുമ്പോഴേക്കും കുറെ കൂടെ ആളുകൾ കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും 13 പേരെ വെച്ചുകൊണ്ടിട്ട് 10ാമത്തെ വീക്കിൽ കഴിഞ്ഞപ്പോൾ 11ാമത്തെ വീക്കിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ 10th വീക്കിൽ ഒരു എവിക്ഷൻ നടന്നിട്ടില്ല. ഇനിയിപ്പം ഈ ഒരു എവിക്ഷൻ സെയിം ആ ഒരു വോട്ടിംഗ് പാനൽ തന്നെ അടുത്ത ഒരു വീക്കിലേക്ക് എടുത്തിടുമോ, അതോ ഇനി അടുത്ത ആഴ്ചത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ആയിരിക്കുമോ ഈ എവിക്ഷനും എലിമിനേഷനും പ്രോസസ്സൊക്കെ വരിക എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ ഒരു വീക്കിൽ എവിക്ഷനും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഇനിയിപ്പോൾ 11ാമത്തെ ആഴ്ചയാണ് പോകാൻ പോകുന്നത്. ഈ 11ാമത്തെ ആഴ്ചയും ഈ 13 ആളുകൾ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു അരാജകത്വം തന്നെയാണ് ഈ പറയുന്ന 13 പേര്. അതായത് കാരണം ഈ കണ്ടവരെ തന്നെ അവരുടെ ആ സെയിം ഗെയിം തന്നെ കണ്ട് ഓരോരുത്തരോ 2 പേരോ മാറുമ്പോഴാണ് അവിടെ ഗെയിം ചേഞ്ച് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും ആളുകളെ ഇപ്പോഴും കണ്ടുകൊണ്ട് അവരുടെ അതേ ഗെയിം തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റുകൾ ഉണ്ടാക്കാനായിട്ട് ക്രൂ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചേഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇത്തവണ ജാസ്മിന്റെ ഫാമിലിയെ ഇത്രയും ലാഗ് അടുപ്പിച്ച് ലാസ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി എപ്പിസോഡിന്റെ അവസാനത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നതും ഈ ഒരു ഗെയിം ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ആർട്ടിഫിഷ്യലി പല ചേഞ്ചിങ് മൊമെന്റ്സും ഉണ്ടാക്കേണ്ടി വരികയാണ് അവർക്ക്. എന്തായാലും ജാഫർക്കായും ഫാമിലിയും വീട്ടിലേക്ക് എൻട്രി ആയി കഴിഞ്ഞിരുന്നു. അപ്പം ഇന്നലെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈവ് അപ്ഡേഷൻസ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ അവർ വരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ആ ഒരു പ്രൊമോയിൽ കണ്ട കുറച്ച് മൊമെന്റ്സ് ഒക്കെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ജാസ്മിന്റെ ഉപ്പ വീട്ടിലുള്ള എല്ലാവരോടും നല്ല രീതിയിൽ ഇരുന്ന് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പുള്ളി എല്ലാവരോടും ഒരേപോലെ ഇരുന്നിട്ട് സംസാരിക്കുകയും എല്ലാവർക്കും കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുന്ന, ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ പറഞ്ഞു വന്നപ്പം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഹൈപ്പിൽ നിന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയായിരുന്നു അപ്സര ജാസ്മിനെ തല്ലി, അല്ലെങ്കിൽ ജാസ്മിൻ അപ്സരയെ തല്ലി, ഒരാൾ ഔട്ടായി, ജാസ്മിൻ ആണ് ഔട്ടായതെന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് മൂപ്പർ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഫാമിലി വീക്കിൽ ശ്രീധുവിന്റെ അമ്മയ്ക്കും ഇപ്പം ജാസ്മിന്റെ ഡാഡിക്കുമായിരിക്കും ഈ ഒരു വാണിംഗ് ലഭിച്ചിട്ടുണ്ടാവുക. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ജാസ്മിന്റെ ഉപ്പ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഫോട്ടോ എന്തായാലും കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞ് അതോടെ ബിഗ് ബോസിന് തന്നെ തിരികെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഋഷി, നന്ദന, അർജുൻ, ശ്രീധു ഒക്കെ ഇവര് ഒരു ഗ്യാങ് ആയിട്ട് ഇപ്പം കാത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലിയും വരുമ്പം അവരുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ടാവും. അച്ചാറുകളായിട്ടാണെങ്കിലും സ്നാക്സ് ആയിട്ടാണെങ്കിലും പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ടാവും. അവർ കടന്നു വന്നതിന് ശേഷം കുറേ നേരം കഴിയുമ്പം സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഋഷിയുടെയും നന്ദന, അർജുൻ, ശ്രീധു ഇവരുടെ ആ ഒരു ഓട്ടവും കാര്യങ്ങളൊക്കെ, ഫുഡ് കുറേ നാളുകളായിട്ട് ഫുഡ് കിട്ടാതെ കാത്തിരുന്ന് ഫുഡ് കിട്ടുമ്പോൾ കാണിക്കുന്ന ആ ഒരു വ്യഗ്രത, അതാണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഋഷിയും ശ്രീധുവും ഒക്കെ പോയിട്ട് ആരും കാണുന്നില്ല എന്നുള്ള രീതിയിൽ അർജുൻ ഉൾപ്പെടെ പോയി ഫുഡായിട്ട് എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ സ്നാക്സ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഒക്കെ എടുത്ത് പോക്കറ്റിലേക്ക് മാറ്റി വെക്കുന്ന തരത്തിലുള്ള കുറച്ച് നല്ല ഫൺ മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം റസ്മിന് സ്റ്റാറ്റു ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീക്കിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും സ്റ്റാറ്റു ആയിട്ട് നിൽക്കേണ്ടത് ആ ഒരു ഗെയിം ആര് കളിക്കണം എന്നുള്ളത് റസ്മിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ റസ്മിൻ ആ ഒരു സമയത്ത് സ്റ്റാറ്റു ആയിട്ട് നിന്നിട്ട് പലരെയും കൊണ്ടിട്ട്, അതായത് റസ്മിന് കമാൻഡ് ചെയ്യാം, മറ്റുള്ളവരെ സ്റ്റാറ്റു ആക്കി നിർത്താം, അതിനുശേഷം റസ്മിന് പലതും ചെയ്തുകൊണ്ടിട്ട് അവരെ ട്രിഗർ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതായിരുന്നു ഗെയിം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ പൊക്കോണ്ടൊക്കെ ഇരുന്ന് എല്ലാവരോടും ആ ഒരു രീതിയിലൊക്കെ മിങ്കിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബിഗ് ബോസിന്റെ പെട്ടെന്നുള്ള അനൗൺസ്മെന്റ് റസ്മിൻ സ്റ്റാച്ചു ആവുക, ബാക്കിയുള്ളവരൊക്കെ റിലീസ് ആവുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റസ്മിൻ അങ്ങനെ ഫ്രീസ്
ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു സോങ് വരുന്നത്. അപ്പം അതുവരെ ബാക്കി എല്ലാവരുടെയും ഫാമിലി വന്നു കഴിഞ്ഞു. പിന്നെ ഉള്ളത് റസ്മിൻ്റെ ഫാമിലിയാണ്. എക്സ്പെക്റ്റിംഗ് ആയിരുന്നു റസ്മിൻ്റെ ഫാമിലി തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് അവരുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് റസ്മിൻ്റെ ഫാമിലി കയറി വരികയാണ്. റസ്മിൻ്റെ ഉമ്മയും ബ്രദറുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വരുന്നു, ആ ഒരു എൻട്രി ഒക്കെ കാണിച്ചുകൊണ്ട് കുറച്ച് ഇമോഷണലായിട്ട് റസ്മിൻ കുറച്ച് ഇമോഷണൽ ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ ഒരുമിച്ചിരുന്ന് കുറച്ച് പ്രൈവറ്റ് ആയിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് റസ്മിൻ്റെ ബ്രദർ റസ്മിനോട് പറയുന്നുണ്ട്, ആദ്യം വന്ന സമയത്ത് എങ്ങനെ നിന്നിരുന്നോ ആ ഒരു രീതി നല്ലതായിരുന്നു, അതിനുശേഷം ഇപ്പോൾ കുറച്ചുകൂടെ ഗെയിം ഡൗൺ ആയിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പിന് നീ കുറെ കൂടെ വാല്യൂ കൊടുക്കുന്നുണ്ട്, ഗെയിമിനേക്കാളും ഉപരി നിന്റെ ലക്ഷ്യത്തെ നീ മറക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് റസ്മിൻ്റെ ബ്രദർ സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് റസ്മിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കുറേ കൂടെ എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് അങ്ങനെ തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ പലതിലും ഡൗൺ ആയി പോവുകയാണ് എന്നുള്ളതാണ് റസ്മിൻ കൊടുക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ആ ഒരു സമയത്തും റസ്മിൻ ചോദിക്കുന്നുണ്ട്, നമുക്കിനിയിപ്പം എല്ലാ ബിഗ് ബോസ് സീസണിലും ഉള്ള പോലെ ഒരു 11th 12th വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പണപ്പെട്ടിയുടേതായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ പണപ്പെട്ടി കൊടുത്തതിന് ശേഷം ഇതിൽ ആരാണ് പണപ്പെട്ടി എടുക്കാൻ പോവുക എന്നുള്ള ഇതിൽ പറ്റി കുറേ നമുക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ തരും. അപ്പോൾ അതിനുശേഷം അവസാനം ബാർഗൈനിങ് ഓപ്ഷൻസിന് ശേഷം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാൾ ആ പണപ്പെട്ടി എടുത്തിട്ട് പിൻവലിയണമെങ്കിൽ പിൻവലിയാം, പിന്നീട് ആ ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നെങ്കിൽ ഗെയിം കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ പണപ്പെട്ടി എടുത്ത് വീട്ടിൽ നിന്ന് പിൻവലിയുക എന്നുള്ള 2 ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇതിൽ പണപ്പെട്ടി എടുത്തിട്ട് വരണോ എന്നുള്ളതാണ് റസ്മിൻ ചോദിക്കുന്നത്. അപ്പോഴും ബ്രദർ പറയുന്നത്, നീ പണപ്പെട്ടി എടുക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത്, ഗെയിം കളിക്കാനാണ്, സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ച് മുമ്പോട്ട് പോകൂ എന്ന് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പല കണ്ടസ്റ്റന്റുകളുടെയും വീട്ടിൽ നിന്ന് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ മെന്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കം ചിലരാണ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അവരുടെ ആ ഒരു കോൺഫിഡൻസിനെ കുറച്ചിട്ട് പോകുന്നത്. അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം റസ്മിൻ്റെ ഉമ്മ ജാസ്മിനോട് ആ ഒരു റസ്മിനും ജാസ്മിനും തമ്മിൽ ഗസ്റ്റ് വന്ന ഹോട്ടൽ ടാസ്കിൻ്റെ സമയത്തുണ്ടായ ആ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുകയും ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജാസ്മിനോട്. അതുപോലെ ജിൻഡോ മട്ടാഞ്ചേരിക്കാരോട് മൊത്തമായിട്ട് റസ്മിൻ്റെ ബ്രദറിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ട്രിഗറായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് അത് ആദ്യത്തെയൊക്കെ എപ്പിസോഡുകളിൽ ജിൻഡോ റസ്മിനോ ആയിട്ട് വഴക്കുണ്ടാവുന്ന സമയത്ത് റസ്മിൻ ഈ കാണിക്കുന്നതൊക്കെ റസ്മിൻ വന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു നാടിനെ മോശമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞ് അന്നത് കുറച്ച് കോളിളക്കം സൃഷ്ടിച്ച സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മട്ടാഞ്ചേരിക്കാരോട് മൊത്തത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം ജിൻഡോയൊക്കെ ഈ കഴിഞ്ഞൊരു 3 ആഴ്ചയിലെ ഗെയിമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഡള്ളായിരിക്കുകയാണ്. ഇപ്പോൾ ഫാമിലി വീക്കൊക്കെ ആയിട്ട് കൊണ്ടിട്ട് ജിൻഡോ ഫുഡ് വരുന്നത് നോക്കി നിൽക്കുന്നു, കൊണ്ടുവരുന്ന വെറൈറ്റി ഫുഡുകൾ കഴിക്കാനും അല്ലെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നടക്കാനും പീസ്ഫുൾ ആയിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനൊക്കെയാണ് ജിൻഡോ ശ്രമിക്കുന്നത്. ഗെയിം കുറച്ച് ഡൗൺ, ഗെയിം ബേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ജിൻഡോ സൃഷ്ടിച്ച ഒരു ഫയർ ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാ വീട്ടിൽ ആ ഫയർ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പ്രേക്ഷകർക്കും അത്തരത്തിലൊരു അഭിപ്രായമുണ്ട്, ഡൗൺ ആവുന്നുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫാമിലി വീക്കിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പവർ റൂമൊക്കെ എടുത്തു കളഞ്ഞതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ വരുമെന്നും പ്രതീക്ഷിച്ചിട്ടാണ് പ്രേക്ഷകരിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ജിൻഡോയുടെ പഴയ ഒരു ഫയർ തിരിച്ചു വരും എന്ന് തന്നെയാണ് ജിൻഡോയുടെ ഫാൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിലുള്ള ഗെയിമിൻ്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് സായും അഭിഷേകും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു സംഭവമുണ്ട്, ആരുടെ ഭാഗത്തു നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് ഇനി. കാരണം ഇതുവരെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ബോണ്ടായി എടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഒരിക്കലും ആ ഒരു രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്തു തരത്തിലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് റെഡിയായി നിന്നോണം, നമ്മൾ തയ്യാറായി നിന്നോണം. നമ്മൾ കളിക്കുന്ന രീതി എന്താണെന്നല്ല, ബാക്കി എല്ലാവരും കപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ട് കളിക്കുന്നവരാണ്. അപ്പം എന്ത് തരത്തിലുള്ള കളികളും അവിടെ കളിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ എപ്പോഴും അതിനൊന്ന് റെഡിയായി നിൽക്കുക, പ്രിപ്പയർ ആയി നിൽക്കുക എന്നുള്ള തരത്തിലാണ് സായി അഭിഷേകൊക്കെ പറയുന്നത്. ഒരു തരത്തിൽ കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇത്രയും ഒരു വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ഗെയിമുകൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും, എല്ലാവരും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്. കാരണം പ്രത്യേകിച്ച് ഫാമിലി വന്ന് നിന്നുകൊണ്ട് നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് അവർക്ക് കൊടുക്കുമ്പോൾ പുറത്ത് പ്രശ്നമൊന്നുമില്ല, അപ്പം ഇത്തരത്തിൽ തന്നെ കളിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കാം എന്നുള്ള തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഗെയിം കുറച്ചും കൂടെ സ്ട്രോങ് ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ
ഫാമിലി അവരുടെ റസ്മിൻ്റെയും ജാസ്മിൻ്റെയും ഫാമിലിയുടെ ഭാഗത്തു നിന്ന് അവരുടെ ലൈഫ് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും പിന്നെ ഒരു ക്വിസ് ഒരു മത്സരം പോലെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ടിട്ട് ഫാമിലി ആയിട്ടുള്ള കുറച്ച് ബോണ്ടുകൾ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പിന്നീട് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഇതിലേക്ക് ബോണസ് പോയിന്റ് കളക്ട് ചെയ്യാനുള്ള ടാസ്ക് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ക്രൂ ഉദ്ദേശിച്ച പോലെ ആ ഒരു ഗെയിം നടക്കാത്തത് കൊണ്ടിട്ട് അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ബിഗ് ബോസ്. കാരണം ഒരു ബോൾ 2 പേര് കൂടിയിട്ട് ഒരു ബോളിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ച് തുണികൾ അവിടെ കിടക്കുന്നത് എടുത്ത് മടക്കി വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ ആദ്യം ഈ ഒരു ഗ്രൂപ്പുകൾ കളിക്കുന്ന സമയത്ത് കുറച്ചധികം തുണികൾ കളക്ട് ചെയ്ത് അവരുടെ ടേബിളിൽ കൊണ്ടുവന്നിട്ടിട്ട് ആ ഒരു ബോളിനെ കീപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത് മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ഉദ്ദേശിച്ച പോലെയുള്ള ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും ഒരു റൗണ്ട് കൊണ്ട് ആഡ് ചെയ്തിട്ട് ബിഗ് ബോസ് പറയുന്നത് ഓരോ തവണയും പോയി എടുത്തിട്ട് വരണം, തുണി എടുത്തിട്ട് വരിക, മടക്കി വെക്കുക, വീണ്ടും പോവുക. അപ്പോൾ ആ ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് ടാസ്കിനെ മാറ്റാനായിട്ട് ശ്രമിച്ചു. എന്തായാലും അവസാനം നെക്സ്റ്റ് ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് 3 പോയിന്റ്സോട് കൂടിയിട്ട് ജാസ്മിൻ്റെ ടീമാണ് നെക്സ്റ്റ്, അവരാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റസ്മിൻ്റെ ടീമിന് സെക്കൻഡ് പ്രൈസും ടണലിനാണ് 3rd പൊസിഷനും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ മറ്റേ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റിലേക്ക് നോക്കുമ്പോൾ ജാസ്മിൻ്റെ ടീമൊക്കെ തന്നെയാണ് പല ഗെയിമുകളിലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊണ്ടിട്ട് പോയിന്റ് കൂടുതലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന വീക്കുകളിൽ ഇപ്പം വീക്കെൻഡ് എപ്പിസോഡ് നടന്നിട്ടില്ല. ഇനിയിപ്പം നാളെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നാളത്തേക്ക് കിട്ടും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിൽ അവിടെ ആ വീട്ടിനുള്ളിൽ അവർ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മത്സരാർത്ഥികൾ. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടിട്ട് ചിലപ്പം ബർത്ത്ഡേ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തേക്ക് ഒരു 1-2 പേർക്ക് ഒരു എവിക്ഷൻ പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. മേ ബി അന്ന് എവിക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവിടെ തന്നെ ഒരു ബർത്ത്ഡേ എപ്പിസോഡാണ് എന്നുള്ളത് കൊണ്ടിട്ട് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി ആഴ്ചകൾ കുറവാണ് എന്നുള്ളത് കൊണ്ടിട്ട് 1-2 പേര് പുറത്തു പോയേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ 13 പേരാണ് ആ വീട്ടിലുള്ളത്. ഇനിയും ആളുകളുടെ എണ്ണം കൂടി പോവുക എന്ന് പറയുന്നത് പോസിബിളായ കാര്യമല്ല. എന്താണെങ്കിലും ഫാമിലി വീക്കിനൊക്കെ ശേഷം ഇനി വീണ്ടും ഗെയിം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്.